ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-11 വചനങ്ങൾ നമുക്ക് വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സസ് 10 and 11. നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. നാം വായിച്ചു കേട്ട വചനങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്മിർന്നയിലെ സഭയ്ക്ക് കർത്താവ് എഴുതുന്ന ദൂതാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. 7 സഭകൾക്ക് കർത്താവ് ദൂതുകൾ അറിയിക്കുന്നുണ്ട്. ആ 7 ദൂതുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിലേറ്റവും ചെറിയതാണ് ഇത് എന്ന് കാണാൻ സാധിക്കും. ഷോർട്ടസ്റ്റ് ആണ്. 4 വചനങ്ങൾ മാത്രമേ അതിലുള്ളൂ. മറ്റു പലതും 7, 8, 6, 12 ഒക്കെ വാക്യങ്ങളുണ്ട്. എന്നാൽ സ്മിർന്നയിലെ സഭയ്ക്ക് വളരെ ചെറിയ ഒരു മെസ്സേജാണ് എഴുതിയിരിക്കുന്നത്. അവരെക്കുറിച്ച് കർത്താവിന് കുറ്റമൊന്നും പറയാനില്ല. അവർ പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന, സഹനത്തിൽ കൂടെ കടന്നു പോകുന്ന, ഉപദ്രവം സഹിക്കുന്ന ഒരു സഭയാണ്. അവരോട് കർത്താവിന് പറയാനുള്ളത് 10-ാം വാക്യത്തിൽ നാം വായിച്ചു. നിങ്ങളെ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഈ 10 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന പീഡനങ്ങൾ അനന്തമായി നീണ്ടുപോവുകയില്ല. അതിന് ദൈവം ഒരു ചെറിയ കാലാവധി വെച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ സാരം. 10 ദിവസം എന്നുള്ള 10-ലല്ല കാര്യം ഇരിക്കുന്നത്. അത് എണ്ണപ്പെട്ട ഒരു ലിമിറ്റുള്ള ഒരു സമയമാണ്. നമ്മെ സംബന്ധിച്ചും പ്രിയപ്പെട്ടവരെ, നാം നേരിടുന്ന, കഷ്ടപ്പെടുന്ന, നാം കടന്നു പോകുന്ന പ്രയാസങ്ങൾ അനന്തമായിട്ടാകും, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആയിരിക്കും എന്ന് ആരും ചിന്തിക്കരുത്. ദൈവം അതിന് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ് എന്താണ്? നമ്മുടെ കഴിവിനപ്പുറത്തുള്ള പരിശോധന, പ്രലോഭനം വരികയില്ല എന്നുള്ളതാണ് ലിമിറ്റ്. ഇവിടെ 10 ദിവസത്തെ ഉപദ്രവം, അത് കഴിയുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വിടുതൽ തരും എന്നാണ് അതിന്റെ ആശയം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് നൽകും. ഇന്ന് ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കാൻ പോകുന്നത്. ബീയിങ് ഫെയ്ത്ത്ഫുൾ ടിൽ ദ എൻഡ്. അവസാനത്തോളം അഥവാ മരണപര്യന്തം, ജീവിതത്തിന്റെ അവസാനം വരെയും കർത്താവിനോട് വിശ്വസ്തർ ആയിരിക്കുക. ഈ വചനത്തിന്റെ ആഹ്വാനം അതാണ്. ഇറ്റ്സ് എ കോൾ ടു ഫെയ്ത്ത്ഫുൾനെസ്. എന്താണ് വിശ്വസ്തത എന്നിവിടെ അർത്ഥമാക്കുന്നത്? കുടുംബ ബന്ധത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ മുഖ്യമായ വിഷയം അന്യോന്യം എന്ത് ചെയ്യണം? വിശ്വസ്തർ ആയിരിക്കുക. ബി ഫെയ്ത്ത്ഫുൾ ടു വൺ അനദർ. അത് കുടുംബജീവിതത്തിന്റെ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കണം. മറ്റാരെയും കണ്ട് ആകർഷിക്കപ്പെട്ട് അങ്ങോട്ട് ചാഞ്ഞു പോകരുത്. ഭർത്താവ് ഭാര്യയോട് വിശ്വസ്തയായിരിക്കണം. മറ്റാരെങ്കിലും കണ്ട് അങ്ങോട്ട് ആകർഷിക്കപ്പെടരുത്. വിശ്വസ്തരായിരിക്കണം അന്യോന്യം. അത് 1-2 ദിവസത്തേക്കല്ല. ഇറ്റ് ഈസ് ഫോർ എ ലൈഫ് ടൈം. ഇവിടെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും ക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്നോട് മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. ഇന്ന് രാവിലെ കർത്താവ് നമ്മോട് ഓരോരുത്തരോടും പറയുന്നത്, ക്രിസ്തുവുമായും നാം ഏർപ്പെട്ടിരിക്കുന്ന ആ വിവാഹ ബന്ധം, അതിൻ്റെ അവസാനത്തോളം നാം ക്രിസ്തുവിനോട് വിശ്വസ്തർ ആയിരിക്കണം എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് തെറ്റിപ്പോകുമോ, വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, ആ കാര്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് കേവലം വിശ്വാസികളായി ജീവിക്കാനായിട്ടല്ല, ക്രിസ്തുവിന്റെ കാന്തയായിരിക്കുവാൻ വേണ്ടിയാണ്. ടു ബി ദ ബ്രൈഡ് ഓഫ് ദ ലാംബ്, ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് നാം ക്രിസ്തുവിനോടുള്ള ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് വന്നിരിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, യേശുവിനെ കർത്താവ് രക്ഷകനായി സ്വീകരിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, നാം വിവാഹ നിശ്ചയത്തിന്റെ ഉടമ്പടിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയും നാം ക്രിസ്തുവിനുള്ളവരാണ്. ക്രിസ്തുവിന്റെ കാന്തയായിരിക്കുവാൻ വിളിക്കപ്പെട്ടവർ ആകുന്നു. ആ വിളിയിൽ അവസാനത്തോളം വിശ്വസ്തരായി നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ക്രിസ്തുവിനും ആ ഉത്തരവാദിത്വം ഉണ്ട്.
നിശ്ചയമായിട്ടും അത് കർത്താവായ യേശു ആ ഉത്തരവാദിത്വം നിർവഹിക്കും. എന്നാൽ ഞാനും നിങ്ങളും ഈ ലോക ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ശ്രദ്ധ പതറിപ്പോകാതെ ഈ ലോകത്തിലേക്കും ലോകമയത്വത്തിലേക്കും മറ്റ് ആകർഷണത്തിലേക്കും പാപകരമായ ഇമ്പങ്ങളിലേക്കും നാം വശംവദരായി ചരിഞ്ഞു പോകാതെ ചാഞ്ഞു പോകാതെ ഇരിക്കേണ്ടതിനായിട്ട് ക്രിസ്തുവിനോട് വിശ്വസ്തരായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ കാര്യം നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് ചിന്തിക്കാം. ഈ 11-ാം വാക്യത്തിൽ നോക്കുക. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. അവിടെ ജയിക്കുന്നവന് എന്നൊരു പ്രയോഗമുണ്ട്. ഹി ഹു ഓവർകംസ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കാന്തയായിരിക്കുവാൻ വിളിക്കപ്പെട്ട ഓരോരുത്തരുടെയും ആ വിളിയുടെ മറ്റൊരു വശം നാം ജയാളികളായി തീരുക എന്നുള്ളതാണ്. അത് നാം കുറച്ചു കാലം മുമ്പ് ചിന്തിക്കുകയുണ്ടായി. അവർ കോളിംഗ് ടു ബി ഓവർകമേഴ്സ്, ടു ലിവ് എ വിക്ടോറിയസ് ലൈഫ്. ജയകരമായി പാപത്തെയും ലോകത്തെയും പിശാചിനെയും ജയിച്ചടക്കുന്ന ഒരു ജനതയായി ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുക. ആ ജയജീവിതം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഇതേ പുസ്തകത്തിന്റെ 3-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. ചാപ്റ്റർ 3 and verse 21 of the book of Revelation. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഇവിടെ രണ്ട് കൂട്ടരെ ജയാളികളായിട്ട് യേശു പറയുകയാണ്. ഒന്ന്, ഞാനും ജയിച്ചു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ജയിക്കുന്നവനായിരുന്നു. ഹി വാസ് എ വിക്ടർ, ഹി വാസ് എൻ ഓവർകമർ. യേശു പറയുന്നു, ഞാനും ജയിച്ചു. പിശാചിനെ ജയിച്ചു, ഈ ലോകത്തിന്റെ ആകർഷണതകളെ ജയിച്ചു, എല്ലാ മോഹങ്ങളെയും ജയിച്ചു. മനുഷ്യന്റെ ജഡത്തിൽ അവതരിച്ച് നിങ്ങളെപ്പോലെ തന്നെ പരീക്ഷിതരായി ഞാനും ഇതിനെയൊക്കെ ജയിച്ചടക്കിയിരിക്കുന്നു. അതാണ് യേശു നമ്മോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും ജയിക്കാൻ സാധിക്കും. എന്നിട്ട് പറയുകയാണ്, ജയിക്കുന്നവന് എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. പ്രിയപ്പെട്ടവരെ, അത് വളരെ മഹത്വകരമായ ഒരു പ്രത്യാശയാണ്. മുൻകാലങ്ങളിൽ രാജാവും രാജ്ഞിയും ഒക്കെ ഉണ്ടായിരുന്നു. രാജാവ് സിംഹാസനത്തിലിരിക്കും. രാജാവിനോടൊപ്പം സിംഹാസനത്തിൽ അടുത്തിരിക്കുന്നത് ആരാണ്? അത് രാജ്ഞിയാണ്. രാജ്ഞിക്കാണ് അടുത്തുള്ള സിംഹാസനത്തിൽ ഇരിക്കുവാൻ പദവിയുള്ളത്. യേശു പറയാണ്, എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തോട് ചേർന്ന് ജയിക്കുന്നവർക്ക് ഇരിക്കുവാൻ ഞാൻ ഇരിപ്പിടം നൽകും. എന്നെയും നിങ്ങളെയും അങ്ങനെ ജയിക്കുന്നവരായി ക്രിസ്തുവിന്റെ കാന്തയായിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വാസിയാണ്, ക്രിസ്ത്യാനിയാണ്, ദൈവപൈതലാണ് എന്ന് മാത്രം പറഞ്ഞ് നാം ചുരുങ്ങി പോകരുത്. നമ്മുടെ വിളി ഉന്നതമായ വിളിയാണ്. നാം കേവലം ദൈവവിശ്വാസികൾ മാത്രമല്ല, ക്രിസ്തുവിന്റെ കാന്തയാകുവാൻ വിളിക്കപ്പെട്ടവരും കൂടെയാണ്. നാം സാധാരണ സ്നാനം കൊടുക്കുമ്പോൾ സ്നാനത്തൊട്ടിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും കയറി വരുമ്പോൾ ആ സ്നാനം കഴിഞ്ഞ ആളിനോട് പറയാറുണ്ട്, മരണപര്യന്തം അഥവാ ജീവപര്യന്തം കർത്താവിനോട് വിശ്വസ്തത പുലർത്തുക എന്ന് പറഞ്ഞാണ് വെള്ളത്തിൽ നിന്ന് സാധാരണ കയറ്റി വിടാറുള്ളത്. ഇത് അനുസരണത്തിന്റെ ഒരു പടി നീ കഴിഞ്ഞു, ഇനിയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ ആയുഷ്കാലം മുഴുവനും ജീവിച്ച് വിശ്വസ്തരായി നിങ്ങൾ മുമ്പോട്ട് പോകണം, നിങ്ങൾ ജീവകിരീടം പ്രാപിക്കും എന്ന് അനുഗ്രഹിച്ചാണ് അവരെ മുകളിലോട്ട് കയറ്റിവിടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വസ്തതയെക്കുറിച്ച് അതിൻ്റെ രണ്ട് വശങ്ങൾ ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് ഹ്യൂമിലിറ്റി അഥവാ താഴ്മ. ഈ താഴ്മയുടെ കാര്യത്തിൽ നാം അവസാനത്തോളം വിശ്വസ്തർ ആയി ജീവിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തേത് നിസ്വാർത്ഥമായ ദൈവിക സ്നേഹം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വിശ്വസ്തതയുടെ അളവുകോലുകളാണ്. ക്രിസ്തുവിന്റെ എല്ലാ സ്വഭാവങ്ങളെയും എഴുതി കൂട്ടിയാൽ ഒന്ന് താഴ്മയും രണ്ട് നിസ്വാർത്ഥ സ്നേഹവുമാണെന്ന് സാധാരണ പറയാറുണ്ട്. മറ്റെല്ലാ ഗുണവിശേഷങ്ങളും ഇതിനോട് ചേർന്ന് വരുന്ന, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ തികച്ചും മൗലികമാണ്, അടിസ്ഥാനപരമാണ്. ഹൃദയത്തിന്റെ താഴ്മ, ഹ്യൂമിലിറ്റി ഓഫ് ഹാർട്ട്, മനത്താഴ്മ. രണ്ടാമത്തേത് സ്വാർത്ഥത അന്വേഷിക്കാത്ത, വിശാലമായ നല്ല മനസ്സുള്ള, നിസ്വാർത്ഥമായ ഒരു നല്ല സ്നേഹമുള്ള ഹൃദയം. ഇത് രണ്ടുമാണ് നമ്മുടെ വിശ്വസ്തതയുടെ അളവുകോൽ എന്ന് പറഞ്ഞാൽ അത് ഏറെക്കുറെ ശരിയായിരിക്കും. നമ്മെ വിശ്വസ്തരായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ
ദൈവം അതിനൊരു നടപടി എടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ പാർട്ട് എന്താണ്? നമുക്ക് 2 വചനങ്ങൾ വായിച്ചു നോക്കാം. ഒന്നാമത്തേത് അത് വാഗ്ദത്തം കൂടെയാണ്. ഫിലിപ്പിയർ 1-ാം അധ്യായം 4-ാം വചനം നമുക്ക് എടുക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 4, ഇംഗ്ലീഷിൽ 6-ാം വാക്യമാണ്. ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയും സുവിശേഷത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ കൊണ്ടാണിത്. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ ദിവസം വരെ അത് തുടർന്ന് പൂർണ്ണമാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ച പിതാവായ ദൈവം ക്രിസ്തുവിന്റെ നാളോളം, ക്രിസ്തുവിന്റെ മടങ്ങി വരവോളം ആ നല്ല പ്രവൃത്തിയെ പൂർത്തീകരിക്കും അഥവാ തികയ്ക്കും എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ഈ പ്രയോഗം അത് നമുക്കൊരു വാഗ്ദത്ത വചനമായി എടുക്കാവുന്നതാണ്. നമ്മിൽ കർത്താവ് ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. രക്ഷാകരമായ ഒരു വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി നമ്മിൽ തുടങ്ങി വെച്ചു. അതിൻ്റെ ഗുണഭോക്താക്കളാണ് നാം ഒക്കെയും. നാം അതിൽ തുടർന്ന് വരികയാണ്. നാം സഭയായി ഇവിടെ ഇരിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ ആരംഭിച്ച രക്ഷാകരമായ ആ പ്രവൃത്തിയുടെ തുടക്കം അത് മുമ്പോട്ട് ദൈവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് പൂർണ്ണമായിട്ടില്ല. അത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ജീവിതകാലം മുഴുവനും തുടർന്ന് പോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവം ആരംഭിച്ച പ്രവൃത്തിയെ തികയ്ക്കും എന്ന് ദൈവം ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാം ദൈവത്തോട് ചേർന്ന് സഹകരിക്കുക മാത്രമാണ് നാം ചെയ്യേണ്ട കാര്യം. ആ പ്രവൃത്തിയെ തികയ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വിശ്വസ്തത അവിടെ കാണുന്നു. മറ്റൊരു വചനം കൂടെ നോക്കാം. അത് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ഉം 24-ഉം വചനങ്ങളാണ്. 1 തെസ്സലോനിയൻ ചാപ്റ്റർ 5 വേഴ്സസ് 23 and 24. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ കുറ്റമറ്റതായി പൂർണ്ണതയോടെ കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. നമ്മുടെ ഫെയ്ത്ത്ഫുൾനെസ്സെ കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. നാം കർത്താവിനോട് വിശ്വസ്തരായിരിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. ഈ വചനത്തിൽ പറയുന്നു, നിങ്ങളെ വിളിക്കുന്നവനായ ദൈവം വിശ്വസ്തനാണ്, അവിടുന്ന് പറഞ്ഞതുപോലെ നിവർത്തിക്കും. ഇത് ഒരു ആശീർവാദ വചനവും ഒരു പ്രാർത്ഥനയുമാണ്. 23-ാം വചനം, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും, ഈ 3 ഘടകങ്ങളും അശേഷം സമ്പൂർണമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ കുറ്റമറ്റതായി അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടട്ടെ. അത് പാസീവ് വോയിസ് ആണ്. കാക്കപ്പെടുമാറാകട്ടെ. നാം തന്നെ അങ്ങ് ചെയ്യുന്ന കാര്യമല്ല, മറ്റൊരാൾ ചെയ്തു തരുന്ന കാര്യമാണ് കാക്കപ്പെടുക എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഈ കാര്യങ്ങളിൽ ദൈവം ആണ് മുൻകൈ എടുക്കുന്നത്. നാം കൂടെ നിന്ന് സഹകരിച്ചാൽ മതി. നമ്മെ ശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി തയ്യാറാക്കി നിർത്തുന്നതിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം ദൈവം തന്നെ എടുത്തിട്ടുണ്ട്. അവൻ നമ്മെ കാത്ത് സൂക്ഷിക്കും. എന്നാൽ നാം അതിനെ സഹകരിച്ച് ദൈവത്തോട് കൂടെ നിൽക്കുകയും ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുകയും താഴ്മയോടെ ജീവിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആകയാൽ ദൈവത്തിൻ്റെ പാർട്ട് ദൈവം വിശ്വസ്തനായി നിർവഹിക്കും. എന്നാൽ ഞാനും നിങ്ങളും വിശ്വസ്തരാണോ? ആർ വി ഫെയ്ത്ത്ഫുൾ ടു ഗാഡ്? നമ്മുടെ പാർട്ട് നാം ചെയ്യുന്നുണ്ടോ? മരണപര്യന്തം വിശ്വസ്തർ ആയിരിക്കുക. അത് നമ്മോട് ദൈവം പറയുന്ന കാര്യമാണ്. നാം അത് ഏറ്റെടുത്ത് അത് ചെയ്യുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഉത്തരവാദിത്വം കൂടെയാണ്. ദൈവം തൻ്റെ ഭാഗം നിവർത്തിക്കും. അങ്ങനെ നമ്മുടെ ആയുഷ്കാലം പൂർണ്ണമാകുമ്പോൾ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ക്രിസ്തുവിൻ്റെ കാന്തയായി പരിലസിക്കും. അത് മഹത്വകരമായ ഒരു പ്രത്യാശയാണ്. എങ്കിലും നന്നായി ആരംഭിച്ച പലരും അത് നന്നായിട്ട് അവസാനിപ്പിക്കുന്നില്ല എന്നുള്ള ദുഃഖകരമാണ്. ഞാൻ മുമ്പ് ഒരു ദൈവദാസന്റെ അന്ത്യ ദിവസങ്ങളിൽ എന്നെ സ്നാനം കഴിപ്പിച്ച ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരണാസന്നനായി രോഗമായി കിടക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു സഹോദരനോടൊപ്പം അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ പോയി. 4 വർഷം മുമ്പാണ്. അദ്ദേഹം വളരെ ക്ഷീണിതനാണെങ്കിലും എന്നെ കണ്ടു. അദ്ദേഹം എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു. കുറേ സംസാരിച്ചു. ഞാൻ 2 വർഷമേ ആ സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അദ്ദേഹവുമായിട്ട് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹം ഒരു നല്ല ഭക്തനായ മനുഷ്യനായിരുന്നു. വിശ്വസ്തത എല്ലാവർക്കും ഇല്ല, കുറഞ്ഞു പോയി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം.
അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, ഞാൻ ഇത്രയും വർഷം കർത്താവിനെ സേവിച്ചു, പ്രസംഗിച്ചു, വലിയ ശുശ്രൂഷകൾ നടത്തിയെങ്കിലും ഒടുവിൽ എനിക്ക് കടന്നു പോകാൻ സമയമായി. ഒരു ദുഃഖം മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, തേജസ്സേറിയ സഭയെക്കുറിച്ച് ആഗ്രഹിച്ച് ആണ് ഞാൻ പ്രവർത്തിച്ചതും പ്രസംഗിച്ചതും. പക്ഷെ എൻ്റെ ശുശ്രൂഷയൊക്കെ അവസാനിച്ച ഈ കാലഘട്ടത്തിൽ തേജസ്സേറിയ സഭയെ കാണാനില്ല എന്ന് പറഞ്ഞു. താൻ എന്തൊക്കെ പ്രസംഗിച്ചോ, എന്തിനു വേണ്ടി ജീവിച്ചോ, വിശ്വാസികൾ ഒരു തലമുറ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ലെവലിലേക്കൊന്നും വന്നിട്ടില്ല. പാസ്റ്റർമാരൊക്കെ അവരുടെ വഴിയിലങ്ങ് പോവുകയാണ്. അവരാരും ദൈവഭക്തി ഉള്ളവരല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിച്ചു, പ്രാർത്ഥിച്ചിട്ട് പോന്നു. 2 മാസം കഴിഞ്ഞ് അദ്ദേഹം കർത്താവിന്റെ രാജ്യത്തിലേക്ക് മാറ്റപ്പെട്ടു. നല്ല പ്രവൃത്തി നമ്മിലൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും നാം എല്ലാവരും അതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. തേജസ്സേറിയ സഭ, ക്രിസ്തുവിന്റെ കാന്തയാകാനുള്ള വിളി ലഭിച്ചവർ അത് കാര്യമായിട്ട് എടുക്കാത്തത് ദുഃഖകരമായൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ദൈവം ഉന്നതമായ വിളിയാൽ വിളിച്ച് നമ്മെ വേർതിരിച്ച് മുമ്പോട്ട് കൊണ്ടുവന്നു. നാം ആ വിളിയോട് വിശ്വസ്തരായിരിക്കണം. ദൈവവചനത്തിൽ നിന്നും 2 ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ദൃഷ്ടാന്തം, ഇസ്രായേലിലെ എന്ന് പറയുമ്പോൾ യഹൂദ്യ രാജാവായിരുന്ന, അന്ന് 2 രാജ്യങ്ങളുണ്ട്. ഒന്ന് യഹൂദ്യ രാജ്യം, മറ്റേത് ഇസ്രായേൽ രാജ്യം. അതിൽ തെക്കേ രാജ്യമായ യഹൂദ്യ ദേശത്ത് രാജാവായിരുന്ന ഉസിയ രാജാവിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കിങ് ഉസായ. 2 ദിനവൃത്താന്തം അതിൻ്റെ 26-ാം അധ്യായം നമുക്ക് എടുക്കാം. ആ അധ്യായം മുഴുവനും ഉസിയ രാജാവിൻ്റെ ഉയർച്ചയും താഴ്ചയും സംബന്ധിച്ച കാര്യങ്ങളെയാണ് പരാമർശിക്കുന്നത്. നാം ഒക്കെ അത് വായിച്ചിട്ടുണ്ടാകും. വിശദമായ ഒരു പഠനം ഇപ്പോൾ അതിന് സാങ്കത്യമില്ല, അതിനാവശ്യമില്ല. ഈ ഉസിയ രാജാവിനെ കുറിച്ച് നിങ്ങൾ വീട്ടിൽ പോയി അധ്യായം മുഴുവനും വായിക്കണം. അത് വലിയ നീണ്ട അധ്യായമല്ല, 23 വാക്യങ്ങൾ മാത്രമുള്ള ഒരു അധ്യായമാണ്. ഉസിയാവിനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാൽ, അദ്ദേഹത്തിന്റെ തുടക്കം വളരെ അനുഗ്രഹകരമായിരുന്നു. ഗ്രേറ്റ് സ്റ്റാർട്ട് ബട്ട് സാഡ് എൻഡ്. വളരെ ഉന്നതമായ അനുഗ്രഹീതമായ തുടക്കമായിരുന്നുവെങ്കിലും പര്യവസാനം അത്രയും സന്തോഷകരമായിരുന്നില്ല, ദയനീയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം 52 നീണ്ട വർഷങ്ങൾ യെരുശലേം തലസ്ഥാനമാക്കി അവിടെ ഭരണം നടത്തി രാജാവായിരുന്നു. അതൊരു നീണ്ട കാലയളവാണ്. ദാവീദ് രാജാവ് പോലും അത്രയൊന്നും ഭരിച്ചിട്ടില്ല. ഉസിയ രാജാവ് 52 വർഷം രാജാവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഉയർച്ചകളെക്കുറിച്ച് നോക്കിയാൽ 4 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ ഈ ഉസിയ രാജാവിന്റെ ഉയർച്ചയും മഹത്വവും അനുഗ്രഹീതമായ നല്ല തുടക്കവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പോസിറ്റീവായ നല്ല 9 കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 1, 2, 3 എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എല്ലാം അവിടെ അക്കമിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല തുടക്കം, നല്ല പുരോഗതി. പക്ഷേ അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്നും അവിടെ പറയുന്നുണ്ട്. 4ഉം 5ഉം വചനങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. അവൻ തന്റെ പിതാവായ അമസ്യാവ് ചെയ്തതുപോലെ യഹോവയുടെ ദൃഷ്ടിയിൽ ശരിയായത് ചെയ്തു. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഉസിയ രാജാവിന്റെ കാര്യം. തുടക്കം നന്നായിരുന്നു. പൊതുവെ പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദമുള്ളതൊക്കെ ചെയ്തു. സെഖര്യാവിന്റെ കാലത്തൊക്കെയും അവൻ ദൈവത്തെ അന്വേഷിച്ചു. പിന്നെ അവൻ യഹോവയെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് അഭിവൃദ്ധി നൽകി. ഇത് ഉസിയാവിന് മാത്രമല്ല, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ എൻ്റേത് ഉൾപ്പെടെ നാം കർത്താവിനെ നല്ല മനസ്സോടെ താഴ്മയോടെ എത്ര കാലം അന്വേഷിക്കുമോ അത്രത്തോളം കാലം ദൈവം നമ്മുടെ കൂടെ നിൽക്കും, നമ്മെ സപ്പോർട്ട് ചെയ്യും, നമുക്ക് അഭിവൃദ്ധി നൽകും. ഉസിയാവിന്റെ കാര്യത്തിൽ ഭൗതികമായ അഭിവൃദ്ധി ആയിരുന്നു എങ്കിൽ നമുക്ക് ദൈവം ഭൗതികമായ അഭിവൃദ്ധി അല്ല പ്രാഥമികമായിട്ടും വെച്ചിരിക്കുന്നത്. നമുക്ക് ആത്മീയമായ അഭിവൃദ്ധിയാണ് പ്രാഥമികമായിട്ടും വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ആവശ്യമുള്ള എല്ലാ ഭൗതിക കാര്യങ്ങളും കർത്താവ് നൽകുകയും ചെയ്യും.
അതിന് നാം ഒക്കെ ഈ സാക്ഷികളാണ്. കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് നാം ആരും കൂടുതൽ ദരിദ്രന്മാരായി പോയിട്ടില്ല, പട്ടിണിക്കാരായി പോയിട്ടില്ല. സമ്മതിക്കുന്നുണ്ടോ? ദൈവം കാര്യങ്ങളെ വളരെ നന്നാക്കി എടുത്തിട്ടേ ഉള്ളൂ. എല്ലാ മേഖലയിലും ദൈവം നമ്മെ ഉയർത്തിയിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനുശേഷം താഴോട്ട് വായിച്ചാൽ ഈ ഉസിയ രാജാവിൻ്റെ ജീവിതത്തിൽ 9 തരം അനുഗ്രഹങ്ങൾ. ഒന്ന് ഇതാണ്, ദൈവം അവന് പൊതുവായിട്ട് അഭിവൃദ്ധി നൽകി. അടുത്തത്, ഫെലിസ്ത്യരുടെയും മറ്റും ഇടയിൽ അവരെ തോൽപ്പിച്ച് പട്ടണങ്ങൾ പണിതു. 8-ാം വാക്യം, അമ്മോന്യരും ഉസിയാവിന് കാഴ്ച അഥവാ കപ്പം കൊണ്ടുവന്നു. അവൻ അത്യന്തം പ്രബലനായി തീർന്നതുകൊണ്ട് അവന്റെ ശ്രുതി മിസ്രയീം വരെ പരന്നു. 9-ാം വചനം, ഉസിയാവ് യെരൂശലേമിൽ കോട്ടകൾ പണിത് ഗോപുരങ്ങൾ പണിത് സുരക്ഷിതമാക്കി. 10-ാം വാക്യം, അവന് വളരെ കന്നുകാലികൾ ഉണ്ടായിരുന്നു, കൃഷി തൽപരനായിരുന്നു എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. അവൻ കൃഷിയിൽ താല്പര്യമുള്ളവനായിരുന്നു. 11-ാം വാക്യം, പടയാളികളുടെ വലിയ ഒരു സൈന്യം ഉണ്ടായിരുന്നു. വളരെ ശക്തമായ ഒരു പ്രതിരോധ നിര, ഒരു സൈന്യബലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 14-ാം വാക്യം, ഉസിയാവ് തന്റെ സൈന്യത്തിന്, സർവ്വസൈന്യത്തിനും തന്നെ പരിച, കുന്തം, തലക്കോരിക, കവചം, വില്ല്, കവണക്കല്ല് എന്നിവ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ വലിയ ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ നടത്തുവാൻ ഉസിയാവിന് ദൈവം ബുദ്ധിയും വിവേകവും നൽകി. ഇന്നത്തെ പോലെ പീരങ്കികളും വിമാനങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ വാളും കുന്തവും ഒക്കെ വെച്ചാണ് യുദ്ധം, അല്ലെങ്കിൽ ഒരാൾ കവണക്കല്ലുകൊണ്ട് എറിഞ്ഞ് ഒരാളെ വീഴ്ത്തും. എന്നാൽ ഈ കുന്തമൊക്കെ ദൂരോട്ട് എറിയാനും കവണക്കല്ല് എറിയാനും ഒക്കെ ഉള്ള ചില പ്രത്യേക യന്ത്രങ്ങൾ ഇവർ സങ്കല്പിച്ച് കണ്ടുപിടിച്ചു. അതാണ് 15-ാം വാക്യത്തിൽ പറയുന്നത്. യന്ത്രങ്ങൾ യെരൂശലേമിൽ തീർപ്പിച്ചു. അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തി ബഹുദൂരം പരന്നു. നോക്കുക, ദൈവത്തെ ആശ്രയിച്ച് കർത്താവിന് വേണ്ടി, യഹോവയായ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവം എല്ലാ തലങ്ങളിലും ഉസിയാവിനെ അനുഗ്രഹിച്ചു. അവൻ ശക്തനായി തീർന്നു. നാമും കർത്താവിനെ അന്വേഷിക്കുമ്പോൾ ദൈവം നമ്മെ ബലപ്പെടുത്തുന്നു, ശുശ്രൂഷകൾ നമ്മെ ഏൽപ്പിക്കുന്നു, മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കും. നമ്മുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു, മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ അനുഗ്രഹിച്ച് എല്ലാ അനുഗ്രഹമായി മുമ്പോട്ട് നടത്തുന്നു. ഇതെല്ലാം ദൈവം ചെയ്യുന്നു. അങ്ങനെ നാം ഒരു ഉയർന്ന തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നീടാണ് ഉസിയാവിന്റെ പ്രശ്നം ഉണ്ടായത്. അടുത്ത വാക്യം, 16-ാം വാക്യം വായിക്കാമോ? എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് പാപം ചെയ്തു. അവൻ ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു ചെന്നു. അതെ, ആവശ്യമില്ലാത്ത ഒരു തിന്മ സങ്കല്പിച്ച് അത് ചെയ്യുവാൻ ഈ രാജാവ് മനസ്സ് വെച്ചു. മുൻകാലങ്ങളിൽ യഹൂദയിലോ ഇസ്രായേലിലോ രാജാക്കന്മാരാരും തുനിഞ്ഞിറങ്ങാത്ത ഒരു പുതിയ പാപം കണ്ടുപിടിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചെയ്യാൻ ഈ മനുഷ്യന്റെ മനസ്സിൽ സാത്താൻ പ്രേരണ കൊടുത്തു കാണും. ലേവ്യർക്കും അഹരോന്യ പുരോഹിതന്മാർക്കും മാത്രം കടക്കുവാൻ കഴിയുന്ന ദൈവാലയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവിടെ പുരോഹിതന്മാർ ചെയ്യേണ്ട ആ ബലിയർപ്പിക്കുന്ന ജോലി ചെയ്യുവാനായിട്ട് സ്വയം മനസ്സുറപ്പിച്ച് ഈ ഉസിയ രാജാവ് ദൈവാലയത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന് ധൂപപീഠം കയ്യിലെടുത്ത് ധൂപം കലശം കയ്യിലെടുത്ത് വീശുവാനും ഒക്കെ തുടങ്ങി യാഗമർപ്പിക്കുവാൻ നേരെ അങ്ങ് കയറി ചെല്ലുകയാണ്. കാരണം ദൈവം അനുഗ്രഹങ്ങൾ കൊടുത്തപ്പോൾ ഇയാളുടെ മനസ്സ്, ഹൃദയം വല്ലാതെ നിഗളിച്ചു. അവൻ ബലവാനായി തീർന്നപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. ഇവിടെ ഉസിയ രാജാവിന്റെ പ്രശ്നം, അദ്ദേഹത്തിന്റെ ഹൃദയം നിഗളിച്ചു, ദൈവത്തോട് അവിശ്വസ്തനായി തീർന്നു. ബൈബിളിലെ മറ്റ് പല വ്യക്തികളുടെ ജീവിതം നോക്കിയാൽ എല്ലാവരും ഇതുപോലെ നിഗളികളായിട്ടല്ല അധപ്പതിച്ചത്. മറ്റു ചിലർ കൺമോഹത്തിന് അധീനരായി ലൈംഗിക പാപങ്ങൾക്കും വൈകൃതങ്ങൾക്കും ഇരയായി അങ്ങനെ നശിച്ചു പോയവരുണ്ട്. ശിംശോൻ അങ്ങനെയാണ്, അവന്റെ കൺമോഹ നിമിത്തം അധപ്പതിച്ചുപോയി. എലീശായുടെ ദാസനായിരുന്ന ഗെഹാസി, അവനും കൺമോഹത്താൽ നശിച്ചുപോയി. പക്ഷേ അവന്റെ കൺമോഹം ധനത്തിലായിരുന്നു പതിച്ചത്.
അവിടെ അവൻ നശിച്ചുപോയി. ആഖാൻ അവന്റെ കണ്ണിന്റെ മോഹം അനുസരിച്ച് അവൻ പ്രവർത്തിച്ചു. അവനും ധനത്തിലാണ് അവൻ ഭ്രമിച്ചു പോയത്. അതിൽ അവൻ അവിശ്വസ്തനായി തീർന്നു. ഇവരൊക്കെ ശിക്ഷാവിധി ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നുപോയി. ഇവിടെ ഈ മനുഷ്യൻ, ഞാൻ പറഞ്ഞത്, ഓരോരുത്തരെയും ബാധിക്കുന്ന, അവർ പിടിപെടുന്ന പാപ സ്വഭാവങ്ങൾ പല വിധമാണ്. എല്ലാവർക്കും ഒരേ തിന്മയുടെ അല്ല അറ്റാക്ക് ഉണ്ടാകുന്നത്. നാം അത് ശ്രദ്ധിച്ചോണം. എന്താണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ബലഹീനമായിരിക്കുന്ന വശം, എന്നെ ബാധിക്കുന്ന പ്രശ്നം ഏതാണ്? നാം ഓരോരുത്തരും കണ്ടുപിടിച്ച് അവിടെ ദൈവത്തോട് കൃപ യാചിച്ച് ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇവിടെ ഈ മനുഷ്യൻ അഹങ്കരിച്ചു. ഹി ബിക്കെയിം വെരി പ്രൗഡ് പേഴ്സൺ. അഹങ്കാരിയായി ദൈവം അനുവദിച്ചിട്ടില്ലാത്ത മേഖലയിൽ കടന്നു കയറി യാഗമർപ്പിക്കുവാൻ, ധൂപം വീശുവാൻ അവൻ കയറി ചെന്നു. ഈ മനുഷ്യന്റെ ജീവിതത്തിലെ വീഴ്ചകളെ കുറിച്ച് പറഞ്ഞാൽ, അവന് സംഭവിച്ച മിസ്റ്റേക്സ് 16-ാം വാക്യത്തിൽ അവന്റെ അഹങ്കാരം, അവന്റെ നിഗളമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അവൻ മുന്നറിയിപ്പുകളെ അവഗണിച്ചു എന്നുള്ളതാണ്. 18ഉം 19 വാക്യങ്ങൾ കൂടെ വായിക്കാം. ഉസിയ രാജാവിനെ തടുത്തുകൊണ്ട് അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാരത്രേ അത് ചെയ്യേണ്ടത്. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പോയിക്കൊള്ളുക. ലംഘനമാണ് നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നിനക്ക് മാനമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. നോക്കുക, ദൈവത്തെ ഭയപ്പെടുന്ന പുരോഹിതന്മാർ രാജാവിനോട് ധൈര്യത്തോടെ നേരിട്ട് സംസാരിച്ചു. രാജാവേ, നീ തെറ്റായ ഗ്രൗണ്ടിലേക്കാണ് കയറി വരുന്നത്. ഇത് നിനക്ക് മാന്യമല്ല, ഇത് നിനക്ക് നല്ലതല്ല, ഇവിടം വിട്ട് പോയിക്കൊള്ളുക എന്ന് മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ ഈ മനുഷ്യന്റെ ഹൃദയം അഹങ്കരിച്ചതുകൊണ്ട് ആ മുന്നറിയിപ്പ് വകവെച്ചില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ നാം അവഗണിക്കുമ്പോൾ വിശ്വസ്തത നഷ്ടപ്പെടുകയും തെറ്റിലേക്ക് നാം വഴുതി വീഴുകയും ചെയ്യുന്നു. ഈ ഉസിയ രാജാവ് ദൈവം കൊടുത്ത മുന്നറിയിപ്പുകളെ വകവെച്ചില്ല. അടുത്ത വാക്യം കൂടെ വായിക്കാം, 19-ാം വാക്യം. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിക്കുമ്പോൾ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. ഇവിടെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, അവന്റെ അഹങ്കാരം അവനെ അരുതാത്തത് ചെയ്യുവാൻ, അവന്റെ പരിധി വിട്ടു പോകുവാൻ അവനെ പ്രേരിപ്പിച്ചു. മുന്നറിയിപ്പ് അവഗണിച്ചു. മുന്നറിയിപ്പ് കൊടുത്ത പുരോഹിതന്മാരോട് ക്രുദ്ധിച്ചു, അവരോട് ദേഷ്യപ്പെട്ടു, കോപിച്ചു. ഈ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിച്ചുകൊള്ളണം. ഉസിയാവിന് സംഭവിച്ച വീഴ്ച, അവന്റെ അഹങ്കാരം, നമ്മുടെ ജീവിതത്തിലും ദൈവം നന്മകൾ തരുമ്പോൾ, നമ്മെ അനുഗ്രഹിക്കുമ്പോൾ, അത് ആത്മീയമായിട്ടാകാം, ഭൗതികമായിട്ടായിരിക്കാം, മക്കൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളോ അവരുടെ കുടുംബങ്ങളോ സംബന്ധിച്ചോ, വിദ്യാഭ്യാസം സംബന്ധിച്ചോ ഒക്കെ ആയിരിക്കാം, വീടോ വസ്തുവകളോ മറ്റു കാര്യങ്ങളോ ബിസിനസ്സോ കൃഷിയോ എന്ത് കാര്യങ്ങളാകട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അഹങ്കാരം അതിൻ്റെ കൂടെ വരാൻ സാധ്യതയുണ്ട്. അത് നാം ശ്രദ്ധിച്ചു കൊള്ളണം. അവസാനത്തോളം താഴ്മയിൽ വിശ്വസ്തരായിരുന്നാൽ നാം തെറ്റിപ്പോകുവാൻ ഇടവരികയില്ല. ഇയാൾ കോപിച്ച് സംസാരിച്ചു. നിങ്ങൾ ആരെങ്കിലും ഇന്നും കോപ സ്വഭാവത്തിന് അടിമകളാണോ? അത് വളരെ മാരകമായ കാര്യമാണ്. പഴയ നിയമകാലത്തും ഇന്ന് പുതിയ നിയമകാലത്തും കോപ സ്വഭാവം ദൈവമക്കൾക്ക് വിലക്കിയിരിക്കുന്ന കാര്യമാണ്. കോപ സ്വഭാവം അത് ദൈവമക്കൾക്കുള്ളതല്ല. അത് കൊലപാതകത്തിന് തത്തുല്യമായ പാപമായിട്ടാണ് നമ്മുടെ കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആകയാൽ കോപ സ്വഭാവത്തെ നിങ്ങൾ ലാഘവബുദ്ധിയോടെ എടുക്കരുത്. എനിക്ക് ഇടയ്ക്കൊക്കെ ഒരു ദേഷ്യം വരുമെന്ന് പറയരുത്. അതിനെക്കുറിച്ച് ദുഃഖിച്ച്, അതിനെ അനുദപിച്ച്, വിട്ടുകളഞ്ഞ് അതിനെ ഉപേക്ഷിക്കണം. ദൈവമക്കളായ നമുക്ക് കോപം വരാനോ വരുത്താനോ അതിൽ തുടരാനോ അനുവാദമില്ല എന്ന് അറിഞ്ഞുകൊള്ളുക. അഹങ്കാരത്തിന്റെ ഒരടയാളമാണ് കോപം. താഴ്മയുള്ളവർക്ക് കോപം വരേണ്ട ആവശ്യം തന്നെ ഇല്ല എന്ന് പറയാൻ സാധിക്കും. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ, കോപ സ്വഭാവമാകട്ടെ, മറ്റുള്ളവരോട് കയ്പായിരിക്കുന്ന സ്വഭാവമാകട്ടെ, അതൊരു മാരകമായ അസുഖമാണ്. ഹൃദയത്തിൽ മറ്റുള്ളവരോട് കയ്പുണ്ടായിരിക്കുക. മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് അയാളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ഹൃദയത്തിൽ അയാളോട് ഭയങ്കര കയ്പാണ് എന്ന് പറയുകയുണ്ടായി. ഇവിടെ ഇരിക്കുന്ന ആരും അല്ല കേട്ടോ, നിങ്ങൾ വിഷമിക്കണ്ട. എനിക്ക് അയാളോട് ഭയങ്കര കയ്പാണ്. ഒരിക്കൽ ഫോണിൽ വിളിച്ചു പറഞ്ഞതാണ്. പിന്നീട് അതൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഒരു വിശ്വാസിയാ പറഞ്ഞത്.
എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര കയ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കയ്പുണ്ടോ, ബിറ്റർനെസ് ഉണ്ടോ, അത് വിട്ടുകളയണം. അതിനെക്കുറിച്ചൊരു വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഹെബ്രായരുടെ പുസ്തകം 12-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സസ് 14 and 15. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധി പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവീൻ. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറാതിരിക്കുവാനും ഏതെങ്കിലും കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനരാകാതിരിക്കുവാനും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഏതെങ്കിലും കയ്പുള്ള വേര് മുളച്ചു വന്ന് മലിനപ്പെടാതെ വണ്ണം സൂക്ഷിച്ചുകൊള്ളുവേ. ആരോടെങ്കിലും കയ്പുണ്ടോ? ഈ കയ്പ് വരുമ്പോഴാണ് വിരോധവും അതുപോലെ ക്ഷമിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ വരുന്നത്. ഞാൻ അടിക്കടി ആ കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ട്. കാരണം മറ്റുള്ളവർ നിങ്ങൾക്കെതിരായി ചെയ്തെന്ന് നിങ്ങൾ നിരൂപിക്കുന്നതോ ആയ തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ അവരോട് ക്ഷമിക്കാതിരിക്കുന്ന പക്ഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ അനുസരിച്ച് നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുവാൻ എളുപ്പമല്ല. അത് വളരെ സത്യമാണ്. മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളോടും ക്ഷമിക്കുകയില്ല. ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കാഞ്ഞാൽ നിങ്ങൾ ആ രാജ്യത്തിലേക്ക് പോവുകയുമില്ല. അതുകൊണ്ട് മറ്റു മനുഷ്യരോട് അവർ നിങ്ങൾക്കെതിരായി ചെയ്ത പാപങ്ങളെ, തെറ്റുകളെ മനഃപൂർവ്വമായി ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് സ്വർഗത്തിൽ പോകാനുള്ള ആദ്യത്തെ ഒരു പടിയായിട്ട് കരുതിക്കൊള്ളണം. ഇത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. നിങ്ങളെ തന്നെ ചെറുതാക്കിയാൽ മതി. ദൈവമേ, അവിടുന്ന് എന്നോട് എന്തുമാത്രം ക്ഷമിച്ചു, എൻ്റെ ഇന്ന പാപങ്ങളെല്ലാം ക്ഷമിച്ചു. ഈ ഒരു കൊച്ചു തെറ്റ്, അവർ പറഞ്ഞതോ ചെയ്തതോ ആയ ഒരു കാര്യം എന്തുകൊണ്ടാണ് എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്തത്? അത് വളരെ ഗൗരവമായ കാര്യമാണ്. ഞാനത് സംസാരിച്ചത് മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരി, ഈ മേഖലകളിലൊക്കെ കോപമാകട്ടെ, മനസ്സിൽ കയ്പ് നിറഞ്ഞിരിക്കുന്നതാകട്ടെ, വിരോധമാകട്ടെ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാതെ മനസ്സിൽ പലതും കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നതാകട്ടെ, ഇതിനെയൊക്കെ വിട്ടുകളയുവാൻ ഇന്ന് രാവിലെ ഈ സമയത്ത് സാധിക്കും. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനതെല്ലാം ക്ഷമിച്ചു കൊടുക്കുന്നു എന്ന് കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊള്ളുക. ഇവിടെ നിറങ്ങിപ്പോകുമ്പോൾ എല്ലാം ക്ഷമിച്ച് നല്ലൊരു മനസാക്ഷിയോടെ, ലൈറ്റായി, സന്തോഷത്തോടെ ഇവിടുന്ന് പോകാൻ കഴിയും. ഈ മനുഷ്യൻ ഉസ്സിയാവ് ദൈവത്തിന് ഹിതകരമല്ല അല്ലാത്ത കാര്യങ്ങൾ ചെയ്തു. അവന് ദൈവം ഉടനെ തന്നെ പണിഷ്മെന്റ് കൊടുത്തു. ഇമ്മീഡിയറ്റ് ആയിരിക്കുന്ന ശിക്ഷാവിധി, ഉടനെ ശിക്ഷ കൊടുത്തു. എന്ത് സംഭവിച്ചത്? അവന്റെ നെറ്റിയിൽ കുഷ്ഠരോഗം തെളിഞ്ഞു വന്നു. അവന്റെ ത്വക്കിന്റെ നിറം മാറി കുഷ്ഠരോഗിയായി മാറി. ആ നാട്ടിൽ കുഷ്ഠരോഗികൾക്ക് മറ്റു മനുഷ്യരുടെ ഇടയിൽ പാർക്കുവാൻ അനുവാദമില്ല. ഉടനെ തന്നെ അയാളെ പുറത്താക്കി. അയാൾ തന്നെ അവിടുന്ന് വെപ്രാളപ്പെട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു. പിന്നീട് ആയുഷ്കാലം മുഴുവനും ഒരു സെപ്പറേറ്റ് വീട്ടിൽ അയാളെ ആക്കി അവിടെയാ താമസിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കർത്താവിനോട് താഴ്മയോടെ വിശ്വസ്തനായി ദൈവം നന്മയുള്ള അനുഗ്രഹങ്ങളും വലിയ പ്രശസ്തിയും ഒക്കെ കൊടുത്തപ്പോൾ താഴ്മയോടെ അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നേ? ഇതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത്. ദൈവം നിങ്ങളോട് കരുണ കാണിച്ചു, ക്ഷമിച്ചു, നിങ്ങളെ ദൈവകൃപയിൽ കൊണ്ടുവന്നു, സഭയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ആയുഷ്കാലം മുഴുവനും കർത്താവിനോട് വിശ്വസ്തരായി താഴ്മയോടെ അങ്ങ് ജീവിച്ചാൽ എന്തൊരു സന്തോഷമാണ്. ദൈവം നമ്മെ അതിനായിട്ട് വിളിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, മറ്റൊരു ദൃഷ്ടാന്തം, അത് ഞാൻ വേഗം പറഞ്ഞ് എൻ്റെ ഈ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റാരുമല്ല, അപ്പോസ്തലനായ യോഹന്നാനാണ്. യേശുവിൻ്റെ അപ്പോസ്തലനായിരുന്ന 12 പേരിൽ ഒരുവനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലനാണ്. അദ്ദേഹം നന്നായി ആരംഭിച്ചു, നന്നായി വിളി കേട്ടു, ഇറങ്ങി പുറപ്പെട്ടു, യേശുവിനെ സ്നേഹിച്ച് കൂടെ നിന്നു. ഏതാണ്ട് 90-95 വയസ്സ് വരെ ആ സ്നേഹത്തിൽ വിശ്വസ്തനായി അവസാനത്തോളം ജീവിച്ചു. അപ്പോസ്തല പ്രവൃത്തികളിലും അല്ലെങ്കിൽ അതിനുശേഷമുള്ള ലേഖനങ്ങളിൽ, താൻ എഴുതിയ ലേഖനങ്ങളിലല്ലാതെ ഈ യോഹന്നാനെ കുറിച്ച് വലിയ കാര്യമായ പ്രതിപാദ്യം ഒന്നും തന്നെ ഇല്ല. അദ്ദേഹം ഒരു സൈലന്റായ ഒരു ശുശ്രൂഷക്കാരനായിരുന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. കർത്താവിനെ സ്നേഹിക്കുന്ന, ആ സ്നേഹം നിറഞ്ഞ ഒരു മനോഭാവമുള്ള, വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത ഒരു സഹോദരൻ, ഒരു ദൈവദാസനായിരുന്നു. പത്രോസിനെ പോലെയോ പൗലുസിനെ പോലെയോ തിമോത്തിയോസിനെ പോലെയോ ഒന്നും അദ്ദേഹം എല്ലായിടത്തും ഒന്നും കാണപ്പെടുന്നില്ല. എങ്കിലും ദൈവസ്നേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരാളം പറയാനായിട്ടുണ്ട്. ഈ യോഹന്നാനെ കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാം.
അദ്ദേഹം ദീർഘകാലം ജീവിച്ചിരുന്നു. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഏതാണ്ട് 95 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ് ചരിത്രം അല്ലെങ്കിൽ ദൈവ വചനത്തിലോ ദൈവദാസന്മാരൊക്കെ എഴുതിയിരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം ക്രിസ്തുവിന്റെ സ്നേഹത്തിന് പാത്രീഭൂതനായ, യേശു സ്നേഹിച്ച ഒരുവനായിരുന്നു എന്നാണ് തന്നെക്കുറിച്ച് താൻ തന്നെ പറയുന്നത്. താൻ ഒരു സുവിശേഷം എഴുതിയുണ്ടാക്കി. ഏത് സുവിശേഷമാ? യോഹന്നാന്റെ സുവിശേഷം. അതിൽ ഒരിടത്ത് പോലും ഞാൻ എന്ന് തന്നെക്കുറിച്ച് തന്നെ പ്രഥമ പുരുഷനായിട്ട് പറയുന്നില്ല. പറയുന്നിടത്തൊക്കെ മറ്റേ ശിഷ്യൻ, ആ ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെ തന്നെക്കുറിച്ച് ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് താൻ. ആ രീതിയിലാണ് താൻ എഴുതിയിരിക്കുന്നതൊക്കെ. നമ്മെക്കുറിച്ച് തന്നെ വലുതായിട്ട് വെളിപ്പെടുത്താതെ ഒതുങ്ങിയിരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? 2 വചനങ്ങൾ നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 7-ാം വാക്യവും പിന്നെ 20-ാം വാക്യവും എടുക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 21 verses 7 and then verse 20. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. യേശു സ്നേഹിച്ച ശിഷ്യൻ, അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ പത്രോസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം എഴുത്തുകാരൻ യോഹന്നാനാണ്. എങ്കിലും തൻ്റെ പേര് അവിടെ വരുത്തുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. മറഞ്ഞിരിക്കുവാനാണ് താൻ ആഗ്രഹിച്ചത്. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, അതവിടെ കർത്താവ് തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒരു മനോഭാവം നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകട്ടെ. ഇനി 20-ാം വചനം വേഴ്സ് 20. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യോഹന്നാൻ വരുന്നത് കണ്ടു. ഞാൻ വരുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. യേശു സ്നേഹിച്ച ശിഷ്യൻ അതാ വരുന്നു. ഈ ശിഷ്യനെ കുറിച്ച് മറ്റൊരിടത്ത് പറയുന്നു, അവൻ അത്താഴത്തിന്റെ സമയത്ത് കർത്താവിന്റെ നെഞ്ചോട് ചേർന്ന് ചാഞ്ഞിരുന്ന് യേശു പറയുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് വളരെ ക്ലോസ് ആയിരുന്നു യേശുവിനോട്. ഈ ശിഷ്യന്റെ ജീവിതത്തിൽ അവൻ നന്നായിട്ട് ആരംഭിച്ചു. യേശു തന്നെ വിളിച്ചപ്പോൾ അപ്പനായ സെബദിയോടുകൂടെ വല നന്നാക്കുന്ന ജോലിയെല്ലാം വിട്ടേച്ച് ഇവർ 2 സഹോദരന്മാർ ചാടി പുറപ്പെട്ടു. ആരൊക്കെയാണ്? യോഹന്നാനും സഹോദരനായ യാക്കോബും. അവർ ഭയങ്കര ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് ഇടിമക്കൾ, ഇടിവെട്ടുന്നവരെന്ന് ഉള്ള പേരും കൊടുത്തു. ഇവർ 2 പേരും യേശുവിനെ അനുഗമിച്ചു. യേശുവിൻ്റെ കൂടെ അവർ സഞ്ചരിച്ചു, കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ഒരാള് വധിക്കപ്പെട്ടു. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു എന്ന് നാം പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അത് ദുരന്തമായിരുന്നു സംഭവിച്ചത്. അതിൻ്റെ ദുഃഖം യോഹന്നാൻ എങ്ങനെ സഹിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തൻ്റെ സ്വന്തം സഹോദരനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. എന്നിട്ടും യോഹന്നാനെ അവർ പിടിച്ചില്ല, വെട്ടിക്കൊന്നില്ല. 90 വയസ്സ് വരെയും അല്ലെങ്കിൽ 95 വയസ്സ് വരെയും ജീവിച്ചിരിക്കുവാൻ ദൈവം ഇടയാക്കി. തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ ഈ ദുരന്തം, അകാല മരണം യോഹന്നാനെ വളരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. തൻ്റെ ജീവിതത്തിലും വെല്ലുവിളികൾ തനിക്ക് നേരിട്ടിട്ടുണ്ട്. യോഹന്നാൻ്റെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. പ്രയാസങ്ങളുണ്ടായി, കഷ്ടപ്പാടുകളും ഉപദ്രവങ്ങളും പീഡനങ്ങളും ഒക്കെ തനിക്ക് ഉണ്ടായിട്ടുണ്ടാവും. പല സ്ഥലത്തും കടന്നു പോകേണ്ടി വന്നു. പത്മോസ് ദ്വീപിലേക്ക് ഒടുവിൽ തന്നെ നാട് കടത്തി. അവിടെ വളരെ കഷ്ടപ്പെട്ടു. അവിടെ വെച്ച് ദൈവത്തിൻ്റെ വെളിപ്പാട് ലഭിച്ചു. ഇതൊക്കെ നമുക്കറിയാം. ഈ യോഹന്നാനെ കുറിച്ച് താൻ എഴുതുന്ന കാര്യം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ താൻ എഴുതുന്ന ലേഖനത്തിലേക്ക് നമുക്ക് വരാം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. 1 John 3 and verse 16 വായിക്കാം. അവൻ നമുക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ചിരിക്കുന്നതിനാൽ സ്നേഹം എന്തെന്ന് നാം മനസ്സിലാക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടതാണ്. ഇവിടെ ദൈവസ്നേഹത്തെക്കുറിച്ച് താൻ ധ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവായ യേശു നമുക്ക് വേണ്ടി അവിടുത്തെ പ്രാണനെ വെച്ചു കൊടുത്തു. അങ്ങനെയാണ് നാം സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ സഹോദരന്മാരെ, നാമും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അന്യോന്യം സ്നേഹിക്കണം എന്നാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയ യോഹന്നാൻ ഇന്ന് രാവിലെ സഹോദരന്മാരെ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്, നിങ്ങളുടെ സ്നേഹം ഇനി മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. അത് പരിജ്ഞാനത്തിലും വകതിരിവിലും ഡിസേൺമെന്റിലും നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ചു വരണം. ഇനി 4-ാം അധ്യായം
7 മുതൽ വായിക്കാം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, എന്തെന്നാൽ ദൈവം സ്നേഹമാകുന്നു. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഇവിടെ നോക്കുക, ദൈവസ്നേഹത്തെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ വളരെ ഭംഗിയായി ഇവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. നാം 2 ദൃഷ്ടാന്തങ്ങളാണ് കേൾക്കുകയുണ്ടായത്. ഒന്ന്, ഉസിയ രാജാവ് നന്നായി തുടങ്ങി, നന്നായി പുരോഗമിച്ചു വന്നു. ഒടുവിൽ തൻ്റെ അഹങ്കാര സ്വഭാവം, പ്രൈഡ്, തൻ്റെ നിഗളം, അതിൽ താൻ വീണുപോയി, ശിക്ഷാവിധി പ്രാപിച്ചു. അതുപോലെ സ്വാർത്ഥത നിറഞ്ഞ സ്നേഹത്തെയും നാം തള്ളി പറയേണ്ടത് ആവശ്യമാണ്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് ഞാൻ പറഞ്ഞത് തൻ്റെ നിസ്വാർത്ഥമായ, സ്വാർത്ഥരഹിതമായ, നല്ല മനസ്സോടെയുള്ള സ്നേഹത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ഈ കാലത്ത് നമ്മുടെ ജീവിതങ്ങളെ നാം പരിശോധിക്കുകയും നമ്മുടെ എല്ലാ സ്വാർത്ഥപരമായ സ്വഭാവങ്ങളെയും മാറ്റിക്കളഞ്ഞ്, ദൈവമേ, അങ്ങയുടെ ആ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ പങ്കാളിയായി എന്നെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിനോടുള്ള വിശ്വസ്തത എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സ്വാർത്ഥരഹിതമായ ആ സ്നേഹമാണ്. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സ്നേഹം സ്വാർത്ഥതയില്ലാത്തതാണ്, അത് ക്ഷമിച്ചു കൊടുക്കുന്നതാണ്, അത് വിശ്വസിക്കുന്നതും പൊറുക്കുന്നതും സഹിക്കുന്നതുമാണ്, അത് ഉതിർന്നു പോകാത്ത, തീർന്നു പോകാത്ത സ്നേഹമാണ്. അത് ആ സ്നേഹം അവസാനത്തോളം നിലനിൽക്കുന്നതാണ്. നമുക്ക് ഈ സ്നേഹത്തിൽ നിലനിൽക്കുവാനാണ് ഇന്ന് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. നാം ഇന്ന് രാവിലെ കേട്ട വചനങ്ങളെ വീണ്ടും ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കാം. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അവിടുന്ന് നമ്മെ വിളിക്കുന്നു. ആ സ്നേഹത്തിലേക്ക് വീണ്ടും കടന്നു വന്ന് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ടിരിക്കുവാൻ, അവനിൽ അബൈഡ് ചെയ്യുവാൻ, അവസാനത്തോളം ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത പുലർത്തുവാൻ, മരണം വരെയും വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവം നമ്മെ ഇന്ന് രാവിലെ ആഹ്വാനം ചെയ്തു. അനുഗ്രഹം ഉണ്ടായ ശേഷം അത് സഹിക്കാൻ കഴിയാതെ നിഗളിയായി തീർന്ന ഉസിയ രാജാവിനെയും നാം കണ്ടു. ആത്മീയ ജീവിതത്തിൽ കുറെ സീനിയറായി കഴിയുമ്പോൾ പലരും ദേഷ്യപ്പെടുകയും അഹങ്കരിക്കുകയും അധികാരമെടുക്കുകയും മറ്റുള്ളവരെ ഫയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ആത്മീയമായി വളരുമ്പോൾ നമ്മുടെ തല കുനിയുകയാണ് വേണ്ടത്. നിങ്ങൾ നെൽക്കതിര് വിളഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? നെൽക്കതിര് ആദ്യം വരുമ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പൊങ്ങി വരുന്നത്. അന്നേരം അതിൽ മണിയൊന്നും ഇല്ല, അത് വെറും ചാഫ് മാത്രമാണ്. എന്നാൽ കതിരിൽ മണിയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ക്രമേണ അതിൻ്റെ കതിര് താഴോട്ട് കുനിഞ്ഞു വരും. നല്ലതായിട്ട് വിളഞ്ഞു വന്ന് സ്വർണ്ണ നിറമൊക്കെ ആയി കഴിയുമ്പോൾ അതിനെ കൊയ്തെടുക്കും. ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി ക്രിസ്തുവിൽ വളർന്നു വരുമ്പോൾ അവരുടെ അഹങ്കാരം, അവരുടെ പൊങ്ങച്ചമൊക്കെയും അവരുടെ തലയൊക്കെ കുനിഞ്ഞു വരും. മറ്റുള്ളവരുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും താഴ്മയോടെ ഇരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. ദ മാർക്ക് ഓഫ് എൻ ഓവർകമ്മിങ് ക്രിസ്ത്യൻ ഈസ് ലൈക്ക് ദ റൈപ്പനിങ് കോൺ എന്ന് പറയാറുണ്ട്. കോൺ വളർന്നു വരുമ്പോൾ, ആ നെൽക്കതിര് വളർന്നു വരുമ്പോൾ, ഗോതമ്പാകട്ടെ വളർന്നു വരുമ്പോൾ അതിൻ്റെ തല കുനിക്കുന്നു. ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ക്രിസ്തുവിൽ മുമ്പോട്ട് വരും തോറും നമ്മുടെ താഴ്മ മറ്റുള്ളവർ കാണുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. നാം അത് മനസ്സിലാക്കണം. താഴ്മയുള്ളവരായി അഹങ്കരിക്കാതെ, പിന്നെ യോഹന്നാനെ കുറിച്ച് പറഞ്ഞതുപോലെ നിസ്വാർത്ഥമായ ആ സ്നേഹത്തിൽ 95 വയസ്സാകട്ടെ എന്നാലും നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവീൻ, സ്നേഹത്തിൽ വസിക്കുവീൻ സഹോദരങ്ങളെ എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്യുന്ന യോഹന്നാനെ ഓർക്കാം. കർത്താവ് നമ്മെ അങ്ങനെയുള്ള അവസാനത്തോളം മരണപര്യന്തം വിശ്വസ്തരായി ജീവിക്കുന്ന ആ ജീവിതത്തിലേക്ക് നമ്മെ ആഹ്വാനം ചെയ്യുന്നു.